Hi all. Welcome again to our online class. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വർക്ക് ഡൺ ഇൻ ഡിഫറെൻറ്റ് പ്രോസസ്സാണ് അല്ലേ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അഡയാബാറ്റിക്കിലെയും ഐസോബാറിക് പ്രോസസ്സിലെയും ഐസോകോറിക് പ്രോസസ്സിലെയും എന്ത് കണ്ടു, വർക്ക് ഡൺ കാണാനുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ ഇനി വർക്കുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഞാനൊരു ഹെഡിങ് എഴുതി വെച്ചത് DW ഓർ ഡെൽറ്റ W, റൈറ്റ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്മോൾ വർക്ക് ഡൺ എന്തായിരുന്നു, P×dV അല്ലേ, അതിനെ DW എന്നാണ് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ഞാൻ മറ്റൊരു തരത്തിൽ കൂടെ ആ വർക്ക് ഡണ്ണ, ഇൻഫിനിറ്റസിമൽ വർക്ക് ഡണ്ണ ഡിനോട്ട് ചെയ്തിട്ടുണ്ട് ഡെൽറ്റ W, ആ ഗ്രീൻ ഇങ്ക് കാണുന്നത് അല്ലേ. അതായത് രണ്ടാമത്തത്. അപ്പോൾ ഇതിലേതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ്, അതായത് വർക്കിൻ്റെ മറ്റൊരു ഒരു സ്പെഷ്യാലിറ്റി ഇവിടെ റിവീൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതെന്താ നോക്കണമെങ്കിൽ യു ജസ്റ്റ് ഫോളോ മീ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സിസ്റ്റത്തെ എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫറൻറ്റ് പാത്തിലൂടെ കൊണ്ടുപോവുകയാണ്. അപ്പം എന്താ പറഞ്ഞത്, എ സിസ്റ്റം ഈസ് ടേക്കൺ ഫ്രം സ്റ്റേറ്റ് എ ടു സ്റ്റേറ്റ് ബി ത്രൂ വേരിയസ് ഡിഫറെൻറ്റ് വേസ് ആൻഡ് ദ ഫിഗർ ഈസ് ഷോൺ ഹിയർ. ചിത്രം നോക്കുക, സിസ്റ്റത്തെ ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് 3 വഴികളിലൂടെ കൊണ്ടുവരികയാണ്. ഒന്ന് എന്ന് ബിയിലേക്ക്, ഇത് നേരിട്ട് ഈ ഡയഗണൽ കാണുന്ന വഴി. മറ്റൊന്ന് എന്ന് ഡിയിൽ, ഡിന്ന് ബിയിലേക്ക്. ഓക്കെ, അപ്പോൾ സെയിം സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും തന്നെയാണ്, ശ്രദ്ധിക്കണം. അടുത്തത് എന്ന് സിയിൽ വന്ന് പിന്നെ ബിയിലേക്ക്. അപ്പോൾ 3 ഡിഫറെൻറ്റ് വേസിൽ ഞാൻ എന്ന് ബിയിലേക്ക് സിസ്റ്റത്തെ എന്ത് ചെയ്യുവാണ്, കൊണ്ടുവരുവാണ്. ഓക്കെ, ആ സമയത്തുള്ള വർക്ക് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓരോ വഴിയിലൂടെയും ഡിഫറെൻറ്റ് പാത്താണ് ഇവിടെ. ഒന്നാമത്തെ പാത്ത്, രണ്ടാമത്തത്, മൂന്നാമത്തെ, അങ്ങനെ 3 പാത്തിലൂടെയുള്ള വർക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് യു വിൽ സീ സം ബ്യൂട്ടിഫുൾ റിസൾട്ട്സ്. ഓക്കെ, സോ ലെറ്റ് us check the work done in 3 various paths. അതിൽ ഒന്നാമത്തതെന്ന് പറയുന്നത് ഞാൻ ആദ്യം എടുക്കുന്ന വഴി എന്ന് ബിയിലേക്കുള്ളതാണ്. നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ഒരു PV ഡയഗ്രത്തിൽ വർക്ക് കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, യെസ്, ആ കർവിൻ്റെ താഴെയുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ സിസ്റ്റത്തെ കൊണ്ടുവരുന്നത് എന്ന് ബിയിലേക്ക് ഈ വഴിയാണ്. അപ്പം ഇതാണ് എൻ്റെ കർവ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിനടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഭാഗങ്ങളാണ്, ശരിയല്ലേ. ഈ ട്രപ്പിസോയിഡാണ് ആ ഭാഗം. ക്ലിയർ. അപ്പം നമുക്ക് വേണമെങ്കിൽ താഴെ കൂടെ പേര് കൊടുത്താൽ ഇത് ഇ എന്നും ഇത് എഫ് എന്നും കൊടുക്കാം. അപ്പോൾ വർക്ക് ഡൺ എത്രയായിരിക്കും, W ഈക്വൽ ടു എന്താ വരിക, യെസ്, ഏരിയ ഏത് AB FEA. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയുടെ ഏരിയ എത്രയാണോ അതായിരിക്കും എന്ന് ബിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ചെയ്യുന്ന വർക്ക്. ക്ലിയർ അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കണത് എന്ന് ബിയിലേക്ക് ഇത് വഴിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് താഴെയുള്ള ഈ ഏരിയ ആണ് വർക്ക് ഡൺ. അത് നമ്മൾ പറഞ്ഞതാണ്, ഏരിയ അണ്ടർ ദി PV ഡയഗ്രാം കർവ് എന്താണ്, വർക്ക് ഡൺ ആണ്, നമുക്കറിയാം. ഓക്കെ, ഇവിടെ എ വേണ്ടല്ലോ, ട്രിപ്പിസോയിഡ് ABFE അല്ലേ, പിന്നെ എ വേണ്ടല്ലോ. ഓക്കെ, റൈറ്റ്. എനിവേ ആ ഏരിയ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര വരിക, ഈക്വൽ വർക്ക് ഡൺ ദാറ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെ കാണുക, അര H×A+B എന്നാ. H എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ട്രിപ്പിസോയിഡ്, അതിൻ്റെ ഇതാണ് ഈ ലെങ്ത്ത്. 2 പാരലൽ സൈഡ് ഉണ്ട്, AEയും BFും. ഈ എയുടെയും BFിനെയും അത് പാരലൽ സൈഡ്സ് ആണ്, അതിനിടയിലെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഈ DB അല്ലെ BD, ഈ ലെങ്ത് ആണ് ശരിക്കും പറഞ്ഞാൽ H എന്ന് പറഞ്ഞാൽ. അതെന്താ വരിക, ഇവിടെ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ V2 ആ, ഈ പോയിന്റ് V1 ആ. ഇവിടെ മുതൽ ഇവിടം വരെ V2,
ഇവിടെ മുതൽ ഇവിടം വരെ V1. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ V2 മൈനസ് V1 ആയിരിക്കില്ലേ, അതല്ലേ H വരിക. സോ അര H എന്ന് പറഞ്ഞാൽ V2 മൈനസ് V1 ഇൻറ്റു രണ്ട് പാരലൽ സൈഡിൻ്റെ സമ്മ് A പ്ലസ് ബി. ഈ സൈഡിൻ്റെയും സമ്മ്. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ AE, അത് എത്രയാ P1 പ്ലസ് അടുത്ത ചെറിയ സൈഡ് ഏതാ BF, ആ ഹൈറ്റ് എത്രയാ P2 ആണ്. ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് ദി വർക്ക് ഡൺ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ A. അപ്പോൾ നമ്മൾ പാത്ത് 1-ലൂടെയുള്ള വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്തു. എത്ര കിട്ടിയത്? അര V2 മൈനസ് V1 ഇൻറ്റു P1 പ്ലസ് P2. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് പാത്ത് 2-ലൂടെയുള്ള എന്ത് കാണാം? വർക്ക് ഡൺ കാണാം. പാത്ത് 2 എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്നത് ADB. അപ്പോൾ A എന്ന് ഡിയിലേക്ക് എത്തും, ഡി എന്ന് ബിയിലേക്ക് എത്തും. അപ്പോഴുള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ A എന്ന് ഡിയിലേക്കുള്ള വർക്ക് അല്ലേ? എങ്ങനെ എഴുതാം? വർക്ക് ഡൺ AD പ്ലസ് അടുത്തേതാ വർക്ക് ഡൺ ഡ്യൂറിങ് A എന്ന് ഡിയിലെത്താത്ത ഡി എന്ന് ബിയിലേക്കല്ലേ, DB. ക്ലിയർ അല്ലേ? സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, സൂക്ഷിച്ച് നോക്കണേ, A എന്ന് ഡിയിലേക്ക് വരുമ്പോൾ വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. പ്രഷർ P1 നിന്ന് P2ലേക്ക് കുറയുന്നുണ്ട്. പക്ഷെ V1 ഇവിടെ ഏത് പോയിന്റ് എടുത്താലും V1 തന്നെയാണ്. അത് വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല. വോളിയം ചേഞ്ച് ചെയ്തില്ല മീൻസ് ഈ AD എന്ന് പറയുന്ന കർവ് എന്ത് കർവാ? ഐസോകോറിക് പ്രോസസ്സിന്റെ കർവാണ്. അവിടെ വർക്ക് ഡൺ എന്താണ്? ഐസോകോറിക് പ്രോസസ്സ് വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല, 0 ആണ്. പ്ലസ് അടുത്ത വർക്ക് ഡൺ ഇൻ ഇത് DB, ഡി എന്ന് ബിയിലേക്കുള്ള വർക്ക് ഡൺ. അതെങ്ങനെ കാണുക? ഏരിയ അണ്ടർ ദ കർവ് ഏതാ? DB ആണ് കർവ്. ഇതിൻ്റെ ഏരിയ അണ്ടർ, അതിനടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഭാഗം, ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അത് എത്ര വരിക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ V2 മൈനസ് V1 നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. V2 മൈനസ് V1 ലെങ്ത് ആയി ഇൻറ്റു ബ്രെഡ്ത്ത്, ഈ ഹൈറ്റ് അത് P2 അല്ലേ? യെസ്. അപ്പോൾ ഇൻറ്റു ബ്രാക്കറ്റ് വേണ്ട, P2 നമുക്കതിന് മുമ്പിലിടാം. P2 ഇൻറ്റു V2 മൈനസ് V1. സോ W is equal to P2 V2 മൈനസ് V1. ഓക്കെ, സോ ദിസ് ഈസ് ഇക്വേഷൻ B. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ രണ്ടാമത്തെ പാത്തിലൂടെയുള്ള എന്തും കിട്ടി? വർക്ക് കാണാനുള്ള എക്സ്പ്രഷനും നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ പാത്ത്, അതേതാ പാത്ത്? ഒരു പാത്തേ ബാക്കിയുള്ളൂ, ACB. അവിടെയുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം ഏത്? വർക്ക് ഇൻ മൂവിങ് ഫ്രം A to C പ്ലസ് വർക്ക് ഇൻ മൂവിങ് ഫ്രം C to B അല്ലേ? റൈറ്റ്. ദാറ്റ് ഇസ് ഈക്വൽ ടു W ഇസ് ഈക്വൽ ടു A എന്ന് സിയിലേക്ക് പോകുമ്പോഴുള്ള വർക്ക് ഡൺ. അതെങ്ങനെ കാണുക? AC ആണ് കർവ്. അതിനടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അതിൻ്റെ ബ്രെഡ്ത്ത് V2 മൈനസ് V1 ആണ്. ഇൻറ്റു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ മുതൽ ഇവിടം വരെ, അത് P1 ആണ്. സോ P1 പ്ലസ് വർക്ക് ഇൻ CB. സിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുമ്പോഴുള്ള വർക്ക് അത് എത്രയാ? നോക്ക്, സിന്ന് ബിയിലേക്ക് വരുമ്പോൾ സിയിലെ വോളിയം V2, ബിയിലെ വോളിയം V2. ഇവിടെ ഈ CB കർവിൽ എവിടെയും വോളിയം V2 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഐസോകോറിക് കർവ് അല്ലേ? എന്ന് വെച്ചാൽ അവിടെ വർക്ക് ഡൺ 0 ആണ്. സോ W is equal to P1 V2 മൈനസ് V1. ഓക്കെ, അപ്പോൾ അവിടെയും വർക്ക് കാണാനുള്ള എക്സ്പ്രഷൻ കിട്ടി, C. റൈറ്റ്. ഇനി നിങ്ങൾ നോക്കുക, വളരെ കൃത്യമായിട്ട് നോക്കുക. ആ ABC എന്ന് പറയുന്ന 3 ഇക്വേഷൻസ് ഒന്ന് ചെക്ക് ചെയ്യുക. Is they are same? Definitely not. ഇവിടെ നോക്കുക നിങ്ങൾ, V2 മൈനസ് V1, V2 മൈനസ് V1. ഇവിടെ P1 ഉണ്ടാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഇവിടെ P2 ഉണ്ടാ. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വർക്കിന് W1, ഇത് W2, W3 എന്ന് കൊടുക്കാം. in order to make it different. Okay,
സോ ഇവിടെ P1 ഇൻറ്റു V2 മൈനസ് V1 ആണ്, ഇവിടെ P2 ആണ്. അപ്പോൾ W3 W2 ഈക്വൽ അല്ലോ? ഒരിക്കലല്ല. ഇവിടെ V2 മൈനസ് V1 നമ്മൾ ഹാഫ് P1 പ്ലസ് P2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് P1 കൊണ്ടോ ജസ്റ്റ് P2 കൊണ്ടോ അല്ല, ഹാഫ് P1 പ്ലസ് P2 കൊണ്ട്. ദാറ്റ് മീൻസ് A, B, C ഇക്വേഷൻസ് ആർ നോട്ട് സെയിം. ദാറ്റ് മീൻസ് നമ്മളെ പ്രധാനപ്പെട്ട ഇൻഫറൻസ് എന്താണ്? W1 ഈസ് നോട്ട് ഈക്വൽ ടു W2 ഈസ് നോട്ട് ഈക്വൽ ടു W3. ഓക്കെ, അപ്പം 3 വർക്കും എന്താണ്? ഡിഫറെൻ്റ് ആണ്. ക്ലിയർ? വാട്ട് ഇറ്റ് ഇംപ്ലൈസ്? വർക്ക് ഈസ് എ പാത്ത് ഡിപ്പെൻഡൻറ്റ് ഫങ്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഐഡിയ എന്താണ്? വർക്ക് ഈസ് എ പാത്ത് ഡിപ്പെൻഡൻറ്റ് ഫങ്ഷൻ. ഓക്കെ, വർക്ക് എന്താണ്? ഒരു പാത്ത് ഡിപ്പെൻഡൻറ്റ് ഫങ്ഷനാണ്, അല്ലെങ്കിൽ പാത്ത് ഫങ്ഷനാണ്, അങ്ങനെ പറയാം. അങ്ങനെ പാത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫങ്ഷൻസ് നമുക്ക് എന്ത് പറയാം? പാത്ത് ഫങ്ഷൻസ് എന്ന് വിളിക്കാം. ഓക്കെ, സോ വർക്ക് ഈസ് എ പാത്ത് ഡിപ്പെൻഡൻറ്റ് ഫങ്ഷൻ. ഈ എഫ് എന്നിട്ടത് ഫങ്ഷനാണ്, ചുരുക്കി വെച്ചതാണ്. ഓക്കെ, സമയലാഭത്തിന് വേണ്ടിയിട്ട്. സോ എനിവേ, ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ക്ലിയർ ആണല്ലോ. ഇതൊരു ജസ്റ്റ് ഒരു വളരെ ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുത്തിട്ട് 3 പാത്തിലുള്ള വർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാണിച്ചതാണ്. ഓക്കെ, അതിൽ വളരെ വ്യക്തമാണ് എന്തെന്നോ, വർക്ക് പാത്ത് ഡിപ്പെൻഡൻറ്റ് ഫങ്ഷനാണ്. 3 പാത്തിലും ഡിഫറെൻ്റ് വർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരുവാണ്. എന്താ പ്രശ്നം? നിങ്ങൾക്ക് എക്സാക്റ്റ് ഡിഫറൻഷ്യലായിട്ട് ഇപ്പോൾ ഞാൻ പറയാം, ചേഞ്ച് ഇൻ വോളിയം നമ്മളതെങ്ങനെ ഡിനോട്ട് ചെയ്യും? യെസ്, നമ്മൾ dV എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി ചേഞ്ച് ഇൻ പ്രഷർ നമ്മൾ ഡിനോട്ട് ചെയ്യുക dP. ഓക്കെ, ഇങ്ങനെ കണ്ട ഡിഫറൻ്റ് എന്തുണ്ട്? ഇൻഫിനിറ്റസിമൽസ് ഉണ്ട്. അതായത് സ്മോൾ ചേഞ്ച് ഇൻ വോളിയം, സ്മോൾ ചേഞ്ച് ഇൻ പ്രഷർ, അതേപോലെ സ്മോൾ ചേഞ്ച് ഇൻ വർക്ക്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിനോട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? dW എന്നായിരുന്നു അല്ലേ? അപ്പോൾ പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു മാറ്റം നമ്മൾ കണ്ടു. എന്താ മാറ്റം കണ്ടത്? വർക്ക് ഒരു പാത്ത് ഡിപ്പെൻഡൻറ്റ് ഫങ്ഷനാണ് അല്ലേ? ആ വർക്കിനെ നമ്മൾ അതുകൊണ്ട് തന്നെ എഴുതുന്നത് ഇൻ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ആയിട്ടായിരിക്കും. ഓക്കെ, ഈ എഴുതിയ പോലെ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ആയിട്ടല്ല, എന്തായിട്ട് എഴുതുക? ഇൻ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ആയിട്ടാണ് ഇൻഫിനിറ്റസിമൽ ചേഞ്ച് ഇൻ വർക്ക് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ. dVയും dPയും dW ഒക്കെ ഇൻഫിനിറ്റസിമൽ ചേഞ്ച് ആണ് അല്ലേ? പക്ഷേ വർക്ക് എന്ന് പറയുന്നത് അത് ഇൻ എക്സാക്റ്റ് ഡിഫറൻഷ്യലാണ്. അപ്പോൾ അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ dW എന്നല്ല സൂചിപ്പിക്കുക. എങ്ങനെയാണ്? ΔW എന്നാണ്. അപ്പോൾ ഇത് തെറ്റാണ്. നമ്മൾ ഇനി എഴുതേണ്ടത് ΔW ഇങ്ങനെയായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ടു എംഫസൈസ് ദാറ്റ് വാട്ട് work is inexact differential, we denote infinitesimal work as delta W. കാണുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ വർക്കിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്തെന്നോ, വർക്കൊരു ഇൻഎക്സാക്റ്റ് ഇൻഫിനിറ്റസിമൽ വർക്ക് നമ്മൾ സൂചിപ്പിക്കുന്നത് ΔW ഉപയോഗിച്ചിട്ടാണ്. അത് മറ്റ് ഇൻഫിനിറ്റസിമൽ നിന്നും വ്യത്യസ്തമാണെന്ന്, അതായത് ഇൻഎക്സാക്റ്റ് ഡിഫറൻഷ്യൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ വർക്ക് പാത്ത് ഡിപ്പെൻഡൻറ്റ് ഫങ്ഷനാണ്. അപ്പോൾ പാത്ത് ഡിപ്പെൻഡ് ആയിട്ടുള്ള മറ്റൊരു ഫങ്ഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഹീറ്റാണ്. ഹീറ്റ് ഈസ് ഓൾസോ എ പാത്ത് ഡിപ്പെൻഡൻറ്റ് ഫങ്ഷൻ. അപ്പോൾ സ്മോൾ ചേഞ്ച് ഇൻ ഹീറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുക എങ്ങനെയായിരിക്കും? ΔQ. Q ആണ് ഹീറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എങ്കിൽ I will denote it with ΔQ. അപ്പോൾ ΔQ ΔW എന്നാണ് എഴുതുക. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ കണ്ടുപിടിച്ച കാര്യം നമ്മൾ എഴുതാം. ടു എംഫസൈസ് വർക്ക് ഈസ് ആൻ inexact differential we denote it with എങ്ങനെയാണ്? ΔW. ഓക്കെ, അപ്പോൾ ഈ കാര്യം എല്ലാവരും ഓർമ്മിച്ച് വെക്കുക.
റൈറ്റ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ 2 കാര്യം പറയാം. ഓക്കെ, പറയട്ടെ. ഇറ്റ് ഈസ് സ്ലോപ്സ് ഓഫ് ഐസോതെർമൽസ് ആൻഡ് അഡിയാബാറ്റിക്സ്. ആ കർവുകൾ വിളിക്കുന്നവർ കേട്ടോ, ഐസോതെർമൽസ് അഡിയാബാറ്റിക്സ്. റൈറ്റ്. അപ്പോൾ എനിവേ നമുക്ക് ഐസോതെർമലിൻ്റെ അഡിയാബാറ്റിക്കിൻ്റെയും സ്ലോപ്പ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒരു PV ഡയഗ്രം ഇവിടെ വരയ്ക്കാം. ഒരു ഐസോതെർമലും ഒരു അഡിയാബാറ്റിക്കുള്ള PV ഡയഗ്രം. ഓക്കെ, അത് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും തീർച്ചയായിട്ടും. ദിസ് ഇസ് P ആൻഡ് ദിസ് ഇസ് V. ഇതാണ് ഐസോതെർമലെങ്കിൽ അഡിയാബാറ്റിക് ഇങ്ങനെയുണ്ടാവും. ഓക്കെ, ദിസ് ഈസ് ഐസോതെർമലാണ്, ഇത് അഡിയാബാറ്റിക് പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു PV ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ ക്ലിയർ ആണ്, ഐസോതെർമലിനേക്കാളും കുറച്ചധികം സ്ലോപ്പ് അഡിയാബാറ്റിക്കിനുണ്ട് അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാൻ ശ്രമിക്കാം. റൈറ്റ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഐസോതെർമലിൻ്റെ സ്ലോപ്പ് കാണാം. ഓക്കെ, സോ എന്താ കാണാൻ പോകുന്നത്? സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ. നമുക്കറിയാലോ, ഒരു ഐസോതെർമൽ പ്രോസസ്സിനെ സംബന്ധിച്ചിട്ട് PV = എന്താണ്? A കോൺസ്റ്റൻ്റ് ആണ്. ഇത് നിസ്സംശയം നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ +2 മുതൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ശരിയല്ലേ? PV = കോൺസ്റ്റൻറ്റ് ഫോർ എ വാട്ട്? ഐസോതെർമൽ പ്രോസസ്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അഡിയാബാറ്റിക് ആണെങ്കിലോ PV raised to gamma = കോൺസ്റ്റൻറ്റ്, ഓർമ്മയില്ലേ? ഓക്കെ, ഇതിൻ്റെ ഡിഫറൻഷിയേഷൻ നടത്തുക. അപ്പോൾ എന്താ വരിക? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ PdV പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ TP = കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0 ആണ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഐസോതെർമൽ എന്ന് വിചാരിക്കും. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രയൽ കൺസ്ട്രക്ട് ചെയ്താൽ ഇത് DV ആണ്, ഈ സ്മോൾ ചേഞ്ച് DP ആണ്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് എന്താ ഇവിടെ? നിങ്ങൾ പറയും, ഈ ചിത്രം നോക്കി സ്ലോപ്പ് എന്താ വരിക? ചേഞ്ച് ഇൻ പ്രഷർ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ വോളിയം ആണ്. അതായത് dP/dV ആണ് ഇവിടുത്തെ എന്ത് വരിക? സ്ലോപ്പ് വരിക. കറക്റ്റ് അല്ലേ? ക്ലിയർ? സോ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dP/dV ആണ്. അപ്പോൾ ഈ എക്സ്പ്രഷന് ആ dP/dVക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. അതിനെന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഈ PdVനെ RHSലേക്ക് എടുക്കുക. അപ്പോൾ ഓൾറെഡി VdP ഇവിടെ ഉണ്ട്, ഈക്വൽ ടു VdP ഇവിടെ വെച്ചു. PdV ഇങ്ങോട്ട് പോകുമ്പോൾ -PdV ആയി, ശരിയല്ലേ? ഇനി Vനെ നേരെ RHSലേക്കും DVനെ നേരെ LHSലേക്ക് എടുക്കുന്നു. അപ്പോൾ എന്താ വരിക? TP ഈസ് ഓൾറെഡി ദർ, DV ഇങ്ങോട്ട് വന്നാൽ ഡിവൈഡഡ് ബൈ DV, ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഈസ് ദർ, P ഈസ് ദർ. വോളിയം ഇങ്ങോട്ട് വന്നാൽ ഡിവൈഡഡ് ബൈ വോളിയം. ഓക്കെ, സോ വി ഗെറ്റ് ആൻ എക്സ്പ്രഷൻ dP/dV ഈക്വൽ ടു -P/V. അപ്പോൾ ഇതാണെന്തെന്ന്? സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ. ക്ലിയർ അല്ലേ? സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ കിട്ടി. dP/dV ഈക്വൽ ടു -P/V. ഇനി നമുക്കിവിടെ ആരെ സ്ലോപ്പ് കാണാം? സ്ലോപ്പ് ഓഫ് അഡിയാബാറ്റിക് കാണാം. നിങ്ങൾ പറ, എന്താ ചെയ്യണ്ടേ? PV = കോൺസ്റ്റൻ്റ് ആണോ അഡിയാബാറ്റിക്കിന്? അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. PV raised to gamma = a കോൺസ്റ്റൻറ്റ്. ഓക്കെ, എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ഡെറിവേറ്റീവ് എടുക്കുക. P ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ഗാമ V raised to gamma -1 ഇൻറ്റു DV പ്ലസ് V raised to gamma ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് DP ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ് 0, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0. എന്താ ചെയ്തത് നോക്കണേ, ശരി ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ V raised to gammaൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഗാമ V raised to gamma -1 ഇൻറ്റു V ഡെറിവേറ്റീവ് DV പ്ലസ്
സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വി റേസ് ടു ഗാമ ഇൻറ്റു ഡി പി ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതിൽ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ത്രൂ ഔട്ട് ഈ ഇക്വേഷനെ വി റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ വി റേസ് ടു ഗാമ മൈനസ് 1. അപ്പോൾ എന്താ വരിക? ഫസ്റ്റ് ഈ പാർട്ട് വി റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡ് ചെയ്താൽ വി റേസ് ടു ഗാമ മൈനസ് 1 ഇതങ്ങ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ എന്താ വരിക? പി ഇൻറ്റു ഗാമ ഇൻറ്റു ഡിവൈഡ് ചെയ്ത വി റേസ് ടു ഗാമ മൈനസ് 1 മുകളിലത്തെ വി റേസ് ടു ഗാമ മൈനസ് 1 ക്യാൻസലായി, ബാക്കി ഡി വി പ്ലസ് ഇവിടെ ആരുണ്ടാവുക? ഞാൻ ഇത് എഴുതി കാണിക്കണം മൊത്തം വേണ്ടല്ലോ. വി റേസ് ടു ഗാമ ഡി പി ഡിവൈഡ് ബൈ വി റേസ് ടു ഗാമ മൈനസ് 1 വരും. അപ്പോൾ മുകളിൽ ആര് ബാക്കിയാവും? ഒരു വി ബാക്കിയാവും ഇൻറ്റു ഡി പി ദാറ്റ്സ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? ഓക്കെ. യെസ്. ഇതെങ്ങനെയാണ് വി വന്നത്? ഇവിടെ വി റേസ് ടു ഗാമയുള്ളത് ഡിവൈഡ് ബൈ വി റേസ് ടു ഗാമ മൈനസ് 1 അല്ലേ? ഡിവൈഡ് ബൈ വി റേസ് ടു ഗാമ മൈനസ് 1. അപ്പോൾ അതിനകത്ത് വി റേസ് ടു ഗാമ ക്യാൻസലായിട്ട് 1 ബൈ വി റേസ് ടു മൈനസ് 1 വരും. എന്ന് വെച്ചാൽ വി ആണത്, ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഡിവൈഡ് ചെയ്തു, ആരെ കൊണ്ട്? വി റേസ് ടു ഗാമ മൈനസ് 1 ഉണ്ട്. സോ യു ഗെറ്റ് ദിസ് എക്സ്പ്രഷൻ. നമുക്ക് എന്താ വേണ്ടത്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡി പി ബൈ ഡി വി. അപ്പോൾ ഇതിനെ നേരെ അങ്ങോട്ടേക്ക് എടുക്കുക. സോ വി ഡി പി is equal to ഈ ഭാഗം അങ്ങനെ വെച്ചു. ഇതിനെ നേരെ അങ്ങോട്ടേക്ക് എടുക്കുന്നു. അപ്പോൾ മൈനസ് പി ഗാമ ഡി വി, ശരിയല്ലേ? ഇനി ഡി വിനെ ഇങ്ങോട്ടേക്ക് എടുക്കാം, വിനെ ഇങ്ങോട്ടേക്കും. അപ്പോൾ ഡി പി ബൈ ഡി വി എൽ എക്സിലേക്ക് വന്നാൽ ഡിനോമിനേറ്ററിലേക്ക് പോകും. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഗാമ പി വിനെ ആർ എക്സിലേക്ക് എടുത്താൽ ഡിവൈഡ് ബൈ വി. ഓക്കെ. നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഡി പി ബൈ ഡി വി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ ഇൻറ്റു പി ബൈ വി. ഇതാണ് എന്തെന്ന്? സ്ലോപ്പ് ഓഫ് അഡിയാബാറ്റിക്. ഓക്കെ. അപ്പോൾ സ്ലോപ്പ് ഓഫ് ഐസോതെർമലും സ്ലോപ്പ് ഓഫ് അഡിയാബാറ്റിക്കും കിട്ടി. കണ്ടല്ലോ? രണ്ടൊന്ന് പരിശോധിച്ചാണേ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? രണ്ട് പരിശോധിച്ചാൽ വളരെ വ്യക്തമാവുന്ന കാര്യം എന്താ? നമുക്ക് സ്ലോപ്പിനെ നമുക്ക് ഡി പി ബൈ ഡി വി എന്നല്ലേ ഡിനോട്ട് ചെയ്യുക? ഡി പി ബൈ ഡി വി ഓഫ് ഇതേതാ? അഡിയാബാറ്റിക്കിൻ്റെ ADIA ഇങ്ങനെ ചെയ്യപ്പോരെ? അല്ലെ, ഫുൾ എഴുതിക്കോ. അഡിയാബാറ്റിക് ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കുക മൈനസ് പി ബൈ വി. മൈനസ് പി ബൈ വി എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ഐസോതെർമലാണ്. അതിനെ ഗാമ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ? യെസ്, ഗാമ ടൈംസ് ഡി പി ബൈ ഡി വി ഓഫ് ഐസോതെർമൽ. ഓക്കെ. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയ കാര്യം എന്താ മനസ്സിലായത്? അഡിയാബാറ്റിക്കിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഐസോതെർമലിൻ്റെ സ്ലോപ്പിൻ്റെ എത്ര ടൈംസ് ആണ്? ഗാമ ടൈംസ് ആണ്. ഇവിടെ ഗാമ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ? നോക്ക്, ഐസോതെർമലിൻ്റെ ഇതാണ് മൈനസ് പി ബൈ വി. ജസ്റ്റ് ഗാമ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ. സ്ലോപ്പ് ഓഫ് അഡിയാബാറ്റിക് ഈസ് ഈക്വൽ ടു ഗാമ ടൈംസ് സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ. ദാറ്റ് മീൻസ് ഗാമ ടൈംസ് ലാർജർ ദാൻ ഐസോതെർമൽ കർവാണ് അഡിയാബാറ്റിക് കർവിൻ്റെ സ്ലോപ്പ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു 1-2 ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് ലോ തൊട്ടിട്ട് തെർമോഡൈനാമിക്സിൻ്റെ സീറോത്ത് ലോ തുടങ്ങണം അല്ലേ? സീറോത്ത് ലോ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് പറഞ്ഞിട്ട് അത് മുമ്പ് പറയണ്ടായിരുന്നു. എനിവേ അത് പറഞ്ഞ് ഫസ്റ്റ് ലോ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ലോയുടെ ആപ്ലിക്കേഷൻ പറയാം. ഓക്കെ. ഫസ്റ്റ് ലോ ആപ്ലിക്കേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനേഴ്സ് റിലേഷനൊക്കെ കേട്ടില്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വലിയ പ്രയാസമൊന്നുമില്ലാതെ പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. ഓക്കെ. അപ്പോൾ 2 ടേം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒന്ന് സ്റ്റേറ്റ് ഫംഗ്ഷൻ അഥവാ പോയിന്റ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. എന്നാൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ ഓർ പോയിന്റ് ഫംഗ്ഷൻ. എന്താ സ്റ്റേറ്റ് ഫംഗ്ഷൻ? A state function is the property of a system that depends only on the current state of the system, not the way in which the system acquired the state. അതായത് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി അതിൻ്റെ സ്റ്റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന മാത്രം ഫങ്ഷൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻറ്റേർണൽ എനർജി അല്ലെ എൻട്രോപ്പി, അത് അതിൻ്റെ കറണ്ട് സ്റ്റേറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്.
അല്ലാതെ ഇപ്പോൾ ഞാൻ ഒരു സിസ്റ്റത്തിന് എ എന്ന് ബിയിലേക്ക് എത്തിച്ചു. നേരത്തെ എക്സാമ്പിൾ ആലോചിക്കുക. എ എന്ന് ബിയിലേക്ക് കൊണ്ടുവന്നു. സിസ്റ്റം എ എന്ന് ബിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ കൊണ്ടുവന്ന വഴി അല്ലെങ്കിൽ ആ വഴിയിലുണ്ടായ മാറ്റം ഈ എൻട്രോപ്പിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പകരം എയിലെ സ്റ്റേറ്റ് എന്താണ്, അതാണ് എയിൽ എൻട്രോപ്പിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ എന്ന് ബിയിലേക്ക് എത്തിച്ച ശേഷം ബിയിലെ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്താണ്, ഓക്കെ, അതാണ് എൻട്രോപ്പിയെ, അതായത് ബിയിലെ എൻട്രോപ്പിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ എന്ന് ബിയിലേക്ക് കൊണ്ടുവന്ന വഴി ബിയിൽ എൻട്രോപ്പിനെ എന്ത് ചെയ്യുന്നില്ല, സ്വാധീനിക്കുന്നില്ല. കാര്യം ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ ഇസ് എ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി കറണ്ട് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം, not on the way in which the system acquired that state. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. ഓക്കെ. എങ്ങനെ വന്നു, ഏത് വഴിയുടെ വന്നു എന്നുള്ളത് പ്രശ്നമില്ല. ഏന്ന് ബിയിലേക്ക് കൊണ്ടുവന്നു. നേരത്തെ 3 വഴിയിലൂടെ കൊണ്ടുവന്നപ്പോൾ വർക്ക് ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷെ പാത്ത് ഫങ്ഷൻസിനെ നിങ്ങൾ എങ്ങനെ കൊണ്ടുവന്നാലും ഏന്ന് ബിയിലേക്ക് കൊണ്ടുവന്നു, ആ ബിയിലെ സ്റ്റേറ്റ് എന്താണോ അത് മാത്രമേ ആ ഫങ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏന്ന് ബിയിലേക്ക് ഏത് വഴിയിലൂടെ കൊണ്ടുവന്നാലും ബിയിലെ സ്റ്റേറ്റ് എന്താണോ, ബിയിൽ എന്താണോ നമ്മുടെ സിസ്റ്റം, അത് മാത്രമേ അവിടുത്തെ ഈ സ്റ്റേറ്റ് ഫങ്ഷൻ്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ആ 3 വഴി കൂടെ എയിലെ കൊണ്ടുവന്നാലും ബിയിൽ എൻട്രോപ്പിക്കും ഇൻറ്റേർണൽ സെയിം വാല്യൂ ആയിരിക്കും എന്ന് ചുരുക്കി പറയാം. ഓക്കെ. നേരത്തെ ഓർമ്മയില്ല, നമ്മളൊരു 3 വഴിയിലൂടെ കൊണ്ടുവന്നത് വർക്ക് ഡിഫറെൻ്റ് ആയിരുന്നു 3 വഴി കൂടി. പക്ഷേ എയിലെ വന്നാലും ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പിയും ഇൻറ്റേർണൽ കണ്ടാൽ സെയിം ആയിരിക്കും. അത് എയിലെ കൂടെ കൊണ്ടുവന്നാലും 3-ൽ ഏത് പാത്തിലൂടെ കൊണ്ടുവന്നാലും സെയിം ആയിരിക്കും. അതാണ് എന്തെന്ന് സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ കുറേ കാലം ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇൻറ്റേർണൽ എനർജി ഓർമ്മയില്ലേ? ടോട്ടൽ എനർജിയാണ്. അതായത് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്തുകൊണ്ടൊക്കെ വരാം ശരിക്കും? ഒരു 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 കണ്ടെയ്നറിൽ നമ്മൾ എന്തെടുക്കുന്നു, വാട്ടർ എടുക്കുന്നു. അതിലെ മോളിക്യൂൾസിന് കൈനറ്റിക് എനർജി ഉണ്ടാവാം. അതെങ്ങനെയൊക്കെ കൈനറ്റിക് എനർജി വരാം? ഡെഫിനറ്റ്ലി മോളിക്യൂൾസ് മൂവ് ചെയ്യും. ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവാം, റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവാം, വൈബ്രേഷണൽ മോഷൻ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ എന്ത് വരാം? കൈനറ്റിക് എനർജി വരാം. അതുപോലെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി അല്ലേ? തീർച്ചയായിട്ടും വാട്ടർ 2 മോളിക്യൂൾ തമ്മിൽ ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ കൈനറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് പിന്നെ ഇലക്ട്രോൺ തമ്മിലുള്ള എല്ലാ ടോട്ടൽ എനർജീൻ്റെ സമ്മാണ് ആ സിസ്റ്റത്തിൻ്റെ എന്തെന്ന് ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, യെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി. ഓക്കെ, നമ്മൾ പറയുന്നത് ഇൻറ്റേർണൽ എനർജിനെ കുറിച്ചാണ്. നമ്മൾ നോട്ട് ചെയ്യുക യു ആണ്. അപ്പോൾ ഇത്രയും ഡിഫറെൻ്റ് ആളുകളുടെ സമ്മാണ് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻറ്റേർണൽ എനർജി ഡയറക്റ്റ്ലി മെഷർ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അത് സാധ്യമായ കാര്യമല്ല. പകരം ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി വി റെപ്രസെൻറ്റ് വിത്ത് ഡി യു. ഓക്കെ, നോട്ട് ഡെൽറ്റ യു, ഡി യു. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി മെഷർ ചെയ്യാം. എങ്ങനെയാണ്? ഇപ്പോൾ ഒരു സിസ്റ്റം. ഓക്കെ, ഞാനിവിടെ ഒരു സിസ്റ്റം എടുക്കുന്നു. റൈറ്റ്, ഒരു സിലിണ്ടർ, നമ്മൾ ഏറ്റവും സിമ്പിൾ സിസ്റ്റം സിലിണ്ടർ, ഒരു പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് എ മൂവബിൾ പിസ്റ്റൺ, സിറിഞ്ച് പോലെ. ഈ സിസ്റ്റത്തിലെ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് പൊട്ടൻഷ്യൽ പിന്നെ മറ്റേ എനർജി ഒക്കെ കൂട്ടിയിട്ടുള്ള ടോട്ടൽ എനർജിയാണ്. ഓക്കെ, അതാണ് എന്തെന്ന് ഇൻറ്റേർണൽ എനർജി. കുഴപ്പമില്ലല്ലോ. അതെനിക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഡിഫറെൻറ്റ് എനർജീസാണ്. ഇതൊക്കെ നമുക്ക് കൂട്ടിയിട്ട് ടോട്ടൽ ഇൻറ്റേർണൽ എനർജി ഫൈൻഡ് ഔട്ട് എന്ന് പറയുന്നത് സാധ്യമല്ല. പകരം ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കാണാം. എങ്ങനെയാ? ഇവിടെ നിങ്ങൾ സം എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെയുള്ള ആ വർക്ക് ഡണ്ണും കൊടുക്കുന്ന ഹീറ്റും ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ സിസ്റ്റത്തിലേക്ക് സം എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കുന്നു. അപ്പോൾ യു നോ ഹൗ മച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ്, അതായത് ഞാൻ ക്യൂ അല്ലേ ഹീറ്റ് കൊടുക്കുന്നു. സോ യു നോ ദാറ്റ് ഹൗ മച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ഗിവൺ ടു ദ സിസ്റ്റം. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിസ്റ്റം എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ സിസ്റ്റം ഒരു എക്സ്റ്റേണൽ വർക്ക് ചെയ്യും അല്ലേ? അപ്പോൾ ആ വർക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എക്സ്പ്രഷനൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ശരിയല്ലേ? അപ്പോൾ കൊടുത്ത ഹീറ്റ്, അപ്പോൾ ഇവിടെ ചെയ്യുന്ന വർക്ക് അല്ലേ,
അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉണ്ടാകുന്ന ഇൻറ്റേർണൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാം. നോട്ട് ദി ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം ബട്ട് ദ ചേഞ്ച്. അപ്പോൾ ബാക്കി ഇൻറ്റേർണൽ എനർജിയും ഈ വർക്കും ഹീറ്റും ഒക്കെ തമ്മിലുള്ള റിലേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. റൈറ്റ്. അപ്പോൾ അത് ശരിക്കും ഇത് ഫസ്റ്റ് ലോയുടെ ഭാഗമാണ്. അത് നമുക്ക് ഫസ്റ്റ് ലോ പറഞ്ഞ ശേഷം ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുവാണ്. ഒരു വീഡിയോ മിസ്സാവരുത്. ഇരുന്ന് ഒറ്റ ഇരിപ്പിൽ തന്നെ കാണാം. ഒരുപാട് മണിക്കൂറൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഒറ്റ ഇരിപ്പിൽ കണ്ടു തീർക്കുക. ലെക്ചർ നോട്ട് എഴുതി വെക്കുക. ഓക്കെ. So see you in next class. Thank you.